ഹലോ, ടെക്നോ ടിപ്സോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. നിങ്ങളുടെ വണ്ടിയുടെ ഡ്രൈവ് ബെൽറ്റ് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അത് ബെൽറ്റിൻ്റെ മാത്രം കാരണമാകണമെന്നില്ല. ക്ലച്ച് പുള്ളി ജാമിംഗ് പ്രോബ്ലം കൊണ്ടാണ് നിങ്ങളുടെ വണ്ടിയുടെ ഡ്രൈവ് ബെൽറ്റ് പൊട്ടിപ്പോകുന്നതെങ്കിൽ ക്ലച്ച് ജാമിംഗ് പ്രോബ്ലം ക്ലിയർ ചെയ്യാതെ പുതിയ ബെൽറ്റ് വാങ്ങിയിട്ട് കഴിഞ്ഞാലും കുറച്ച് നാൾ ഓടിക്കഴിയുമ്പോൾ അതും പൊട്ടിപ്പോകുന്നതാണ്. ജാമിംഗ് പ്രോബ്ലമുള്ള ക്ലച്ച് എങ്ങനെ ഡിസസംബ്ലി ചെയ്യുമെന്നുള്ള വീഡിയോ ലിങ്ക് ഇതാ ഇവിടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഡിസസംബ്ലി ചെയ്ത ക്ലച്ച് എങ്ങനെ റീഅസംബ്ലി ചെയ്യാമെന്നുള്ള വീഡിയോയാണ് ടെക്നോ ടിപ്സോറിയിൽ ഇന്ന്. രണ്ട് സ്ക്രൂ ഡ്രൈവറുകളും ഒരു ബോൾ പിൻ ഹാമർ മാത്രം നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. ക്ലച്ച് കമ്പോണന്റിൽ നീളം കുറഞ്ഞ ഷാഫ്റ്റ് ഉള്ളതും നീളം കൂടിയ ഷാഫ്റ്റ് ഉള്ളതുമായ രണ്ട് പുള്ളികളുണ്ട്. പിന്നെ വരുന്നത് ഒരു കംപ്രഷൻ സ്പ്രിംഗ് ആണ്. ഒരു പെയർ ഓയിൽ സീലുകൾ, പിന്നെ ഒരു പെയർ ഓറിങ്ങുകൾ, 3 ഗൈഡ് പിന്നുകൾ, പിന്നെ ഗൈഡ് പിന്നിനോടനുബന്ധിച്ച 3 ഹോളോ സിലിണ്ട്രിക്കൽ ബുഷുകൾ. ക്ലച്ച് ഷാഫ്റ്റിൽ ഇടാനുള്ള ഒരു മെറ്റൽ സ്ലീവാണ് ഈ കാണുന്നത്. ഇനിയുള്ളത് 3 ക്ലച്ച് ഷൂ അടങ്ങിയ ക്ലച്ച് ഷൂ മൊഡ്യൂളും ലോക്കിനട്ടുമാണ്. ആദ്യമായി നമുക്ക് നീളം കുറഞ്ഞ ഷാഫ്റ്റുള്ള പുള്ളിയുടെ സീലിടുന്ന ഭാഗത്ത് അല്പം ഗ്രീസ് ഇട്ട് കൊടുക്കാം. എങ്ങനെ ക്ലച്ച് ഡിസസംബ്ലി ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഇവിടെ ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ സീൽ ഇട്ട് കൊടുക്കാം. ഓയിൽ സീലിൻ്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം പുറത്തു വരുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കേണ്ടത്. ഓറിങ്ങിൽ ഒരല്പം ഗ്രീസ് പുരട്ടിയതിന് ശേഷം പുള്ളി ഷാഫ്റ്റിൻ്റെ ഒന്നാമത്തെ ഗ്രൂവിൽ ഓറിങ് നമുക്ക് ഇട്ട് കൊടുക്കാം. നീളമുള്ള ഈ പുള്ളി ഷാഫ്റ്റിലേക്കാണ് നീളം കുറഞ്ഞ ഷാഫ്റ്റുള്ള ക്ലച്ച് പുള്ളി നമ്മൾ ഇടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ അഥവാ ഘർഷണം കൊണ്ടുള്ള തേയ്മാനം കുറയ്ക്കാനായി നമുക്ക് ഗ്രീസ് അപ്ലൈ ചെയ്യാം. നീളം കുറഞ്ഞ പുള്ളി ഷാഫ്റ്റിൻ്റെ ഇന്നർ സൈഡിലേക്കും ഒരല്പം ഗ്രീസ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് 2 പുള്ളികളെയും ഇൻ്റർകണക്റ്റ് ചെയ്യാം. ഇനിയാണ് നമുക്ക് 3 ഗൈഡ് പിന്നുകൾ കറസ്പോണ്ടിങ് ഹോളുകളിലേക്ക് ഇടാനുള്ളത്. പ്രാഥമിക നടപടിയായി ഗൈഡ് പിന്നുകളിലേക്കും റോളറുകളിലേക്കും നമുക്ക് ഗ്രീസ് അപ്ലൈ ചെയ്യാം. ഗൈഡ് പിൻ റോളറുകളെ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു സൈഡ് ഫ്ലാറ്റും ഓപ്പോസിറ്റ് സൈഡ് ഒരല്പം കർവ്ഡ് ഷേപ്പുമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകും. കർവ്ഡ് ഷേപ്പുള്ള ഭാഗം ഗൈഡ് പിന്നിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് വരുന്ന രീതിയിൽ വേണം റോളറുകൾ ഇടേണ്ടത്. ഇനി സൈഡ് മാറിപ്പോയാലും കുഴപ്പമൊന്നും വരില്ല. ഈ കാണുന്ന ഹോളിൽ ഇനി നമുക്ക് ഗൈഡ് പിൻ റോളർ സെറ്റിനെ ഇടാം. ഇനി നമുക്ക് രണ്ടാമത്തെ ഗൈഡ് പിൻ റോളർ സെറ്റും ഇതുപോലെ തന്നെ ഗ്രീസ് അപ്ലൈ ചെയ്ത് കർവ്ഡ് ഷേപ്പുള്ള ഭാഗം ഗൈഡ് പിന്നിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് വരുന്ന രീതിയിൽ നമുക്ക് റോളർ ഇട്ടതിന് ശേഷം കറസ്പോണ്ടിങ് ഹോളിൽ നമുക്ക് ഇടാം. അതുപോലെ തന്നെ മൂന്നാമത്തെ ഗൈഡ് പിൻ റോളർ സെറ്റും നമുക്ക് കറസ്പോണ്ടിങ് ഹോളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 3 ഗൈഡ് പിൻ ഗ്രൂവുകളിലും നന്നായി ഗ്രീസ് ഇട്ട് ഫില്ല് ചെയ്യാം.
ഇനി നമുക്ക് പുള്ളി ഷാഫ്റ്റിൻ്റെ മുകളിലത്തെ ഗ്രൂവിലേക്ക് രണ്ടാമത്തെ ഓറിങ് കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് പുള്ളി ഷാഫ്റ്റുകളുടെയും ശേഷിക്കുന്ന ഇടയിലുള്ള ഭാഗത്തേക്ക് അല്പം കൂടി ഗ്രീസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ഓയിൽ സീൽ ഇടാം. ഇവിടെ ഓയിൽ സീലിൻ്റെ ഫ്ലാറ്റായിട്ടുള്ള ഭാഗം പുറത്തു വരുന്ന രീതിയിലാണ് നമ്മൾ ഓയിൽ സീൽ സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇടാനുള്ളത് പുള്ളി ഷാഫ്റ്റിൻ്റെ മെറ്റൽ സ്ലീവാണ്. ഒരൽപ്പം ഗ്രീസിങ് ഇവിടെയും ആകാം. രണ്ട് സ്ക്രൂ ഡ്രൈവറുകൾ എടുത്തുകൊണ്ട് സ്ലീവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായി പിടിച്ചുകൊണ്ട് ഒരൽപ്പം ബലം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റൽ സ്ലീവ് താഴേക്ക് പോകും. മെറ്റൽ സ്ലീവിൻ്റെ താഴെയുള്ള കർവ്ഡ് ഭാഗത്ത് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു ഹോൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയും. ഈ ഹോളിലേക്കാണ് കംപ്രഷൻ സ്പ്രിങ്ങിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ഇടേണ്ടത്. അതുപോലെ തന്നെ സ്പ്രിങ്ങിൻ്റെ മുകളിലുള്ള പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഭാഗവും ക്ലച്ച് ഷൂ മൊഡ്യൂളിൽ വരുന്ന ഈ 3 ഹോളുകളിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇതുപോലെ. ഇനി നമുക്ക് ലോക്ക് നട്ട് ഇടാം. അതിനായി കുറച്ച് ബലം കൊടുത്ത് താഴ്ത്തിയതിന് ശേഷം 2 കാലും ഉപയോഗിച്ച് നമുക്ക് ചവിട്ടി പിടിക്കാം. ഇനി നമുക്ക് വളരെ ഈസിയായി ലോക്ക് നട്ട് കുറച്ച് ടൈറ്റ് ചെയ്യാം. ഒരു മുൻകരുതൽ എന്നോണം ഷൂസ് ധരിച്ച് ചെയ്യുന്നതായിരിക്കും അഭികാമ്യം. ലോക്ക് നട്ട് ടൈറ്റ് ചെയ്യാനായി പ്രത്യേകിച്ച് ഒരു ടൂളിൻ്റെ ആവശ്യം വേണമെന്നില്ല. ഒരു സ്ക്രൂ ഡ്രൈവറും ബോൾ പിൻ ഹാമറും ഉണ്ടെങ്കിൽ തന്നെ ധാരാളം. നീളമുള്ള സ്ക്രൂ ഡ്രൈവർ വഴി ഹാമറിൽ നിന്നുള്ള ഇമ്പൾസീവ് ഫോഴ്സ് നട്ടിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ലോക്ക് നട്ടിൽ ഉണ്ടാകുന്ന ടോർക്ക് വളരെ വലുതായിരിക്കും. അപ്പോൾ ലോക്ക് നട്ട് വളരെ എളുപ്പത്തിൽ മുറുകും. ഇനി ഒരൽപ്പം ഗ്രീസ് എടുത്തുകൊണ്ട് ക്ലച്ച് ഷൂയിലെ ബെയറിങ്ങിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള നീഡിൽ ബെയറിങ്ങിലേക്കും നമുക്ക് ഗ്രീസ് അപ്ലൈ ചെയ്യാം. ഇതായിരുന്നു റിപ്പയറിങ്ങിന് മുൻപുള്ള ക്ലച്ച് മൊഡ്യൂളിൻ്റെ അവസ്ഥ. പുള്ളി ജാമിംഗ് പ്രോബ്ലം കൊണ്ട് ബലം കൊടുത്താലും പുള്ളി അനങ്ങുന്നുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ റിപ്പയറിങ്ങിന് ശേഷമുള്ള ഇപ്പോഴത്തെ അവസ്ഥ. ബലം കൊടുത്താൽ പുള്ളി ഉള്ളിലേക്ക് നന്നായി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്